ഹലോ, ഇന്ന് ഞാനൊരു ഗോതമ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു അരക്കിലോയുടെ ഇതിൽ നിന്ന് കുറച്ച് മാറ്റിച്ചൊരു 300 ഗ്രാം ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഒരു 600 ഗ്രാം വരെ വരും ശർക്കര, 600-650 വരും. അപ്പോൾ ഞാൻ അത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഉരുക്കാനാണ്, നമുക്ക് ഉരുക്കി അരിച്ചെടുക്കാം. ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല ശർക്കര നല്ല ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റിയിട്ട് ഒരു 3/4 മണിക്കൂർ ഞാൻ കുതിർത്തി കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഈ ഗോതമ്പ് നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചെറിയ സൂചി ഗോതമ്പ്, അത് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്ന ആ ഗോതമ്പാണ് ഇത്. ഇതിൽ നമുക്ക് ശർക്കര അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലതായിട്ട് വരട്ടിയെടുക്കണം. ഇതിൽ കൂടി തന്നെ ഞാൻ ചവ്വരി കുതിർത്തി വെച്ചിരുന്നു, അതുകൂടെ ഇട്ട് കൊടുക്കുക. ഒരു 100 ഗ്രാമിൻ്റെ പാക്കറ്റിൻ്റെ പകുതി ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുണ്ടാക്കി ഇത് കുടിച്ചിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റാണ്. ശർക്കര പനിയായിട്ട് നല്ല കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് വരട്ടിയെടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്കിങ്ങനെ നല്ല വരട്ടിയെടുക്കണം. ഈ ശർക്കര പായസങ്ങളെ പ്രത്യേകത, നമ്മൾ എത്രത്തോളം വരട്ടുന്നു അത്രത്തോളം ടേസ്റ്റായിരിക്കും. അത് അപ്പുറത്തെ അടുപ്പിലിരുന്ന് മൂക്കട്ടെ. അപ്പം നമുക്കിവിടെ തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കൊത്തിട്ട് കൊടുക്കാം. ഇനി അതിൽ കൂടെ നമുക്ക് അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടെ മൂത്തോളൂ. അതിൽ നമുക്ക് മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല മൂത്തു, നമുക്കിത് മാറ്റി വയ്ക്കാൻ. ഇപ്പോൾ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാലല്ല, സോറി, 2/2 പാൽ. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2/2 പാലാണ് ഇത്. അപ്പോൾ നമുക്ക് നമ്മൾ 1/4 പാൽ ഒഴിച്ച് നമുക്ക് ഇതങ്ങ് അവസാനിപ്പിക്കാം.
ഒരു തേങ്ങയും ഒരു തേങ്ങയുടെ പകുതി അതിൻ്റെ പാലാണ് ഇത്രയും. ഇതിൽ നമുക്ക് കുറച്ച് ചൗവരി വേവിച്ചല്ല ഞാൻ ഇട്ടത്, ഇതിൽ കൂടെയാണ് ഇട്ടത്. അപ്പോൾ ഒരു ശകലം വെന്ത് കുറുകാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ സൂപ്പർ ഗോതമ്പ് പായസം ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കത് കുറുകിയിട്ട് കാണാവേ. അപ്പോൾ നമ്മുടെ സൂപ്പർ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കുക. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിളമ്പി വെച്ചിരിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിഷുദിനാശംസകൾ. ഇത് ലേറ്റായിട്ടാണ് വരുന്നതെങ്കിൽ ക്ഷമിക്കുക. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരിക്കൽ കൂടി വിഷുദിനാശംസകൾ. ഹാപ്പി വിഷു.